എന്തോ പറയാനാ പിള്ളേരെ. അമ്മായിയമ്മയുടെ കമ്മലിന്റെ കൊളുത്തൊടിഞ്ഞു പോയി. അന്നേരം എന്റെ കമ്മൽ ഇടാൻ മേടിച്ചു. അപ്പൊ ഞാൻ അതങ്ങ് കൊടുത്ത് ഇട്ടോട്ടെ പാവല്ലേന്ന് കരുതി. ഇവരത് ഇട്ടോണ്ട് അവിടെ എവിടെയൊക്കെ പോയിട്ടൊക്കെ തിരിച്ചൊക്കെ വന്ന്. എന്നിട്ട് ഞാൻ പിന്നെ എനിക്കങ്ങോട്ട് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല, എനിക്ക് ഈ കമ്മൽ വേണം. അന്നേരം ഞാൻ പറഞ്ഞ് എനിക്ക് തരുമോന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു എന്റെ കമ്മൽ നന്നാക്കട്ടെ, അന്നേരം അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു സാധനം വേറൊരാൾ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവര് അത് വെറുതെ കളഞ്ഞാലും ഞാൻ വേറൊരാൾക്ക് ഞാനത് കൊടുക്കത്തില്ല. ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അന്നേരം ഞാൻ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ കണകുണാന്ന് പറഞ്ഞു. അന്നേരം അവർക്ക് ആദ്യം അപ്പം നാളെ എങ്ങാണ്ട് അവർക്ക് കല്യാണം ഉണ്ട്, ആ കല്യാണത്തിന് കൂടെ പോയേച്ച് തരാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇൻവിറ്റേഷൻ വാങ്ങിച്ചിടേ, എന്റെ കമ്മൽ തന്നെ വേണോ നിങ്ങൾക്ക് ഇടാനെന്ന് ഞാൻ ചോദിച്ചു. അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. എന്റെ പിള്ളേരെ, ഞാൻ എന്ത് ചെയ്തു, ഈ ദേശത്തിന് ഇവരുടെ ഒഴിഞ്ഞ കമ്മൽ എടുത്തങ്ങ് കളയാന്ന് പറഞ്ഞോണ്ട് ഞാൻ അതിന്റെ ഡപ്പയും എടുത്തോണ്ട് പോയിട്ട് ഞാൻ ഇവര് കാണാതെ ഞാൻ നമ്മുടെ കിണറ്റിലിട്ട്. അപ്പൊ അത് കാണാതെ പോയി. ഈ ദേശത്തിന് ഞാൻ അങ്ങ് ചെയ്തു പോയതാ. ഇതിപ്പോ ഞാൻ അറിയുന്നു അവര് കമ്മൽ എന്റെ കമ്മൽ ഊരി അവരുടെ ഡപ്പയ്ക്കകത്ത് വെച്ചിട്ട് അവരാ ഒഴിഞ്ഞ കമ്മൽ എടുത്ത് കല്യാണത്തിന് പോയത് ഞാൻ അറിഞ്ഞു. ഇപ്പൊ കിണറ്റിൽ കിടക്കുന്ന എന്റെ കമ്മലാന്നാണ്. ഞാൻ എന്തോ ചെയ്യണം പിള്ളേരെ? എന്നെ ഇങ്ങനെ ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ ദൈവമേ, എന്റെ കഷ്ടകാലമാണെന്ന് നിങ്ങൾ പറഞ്ഞു ഓർത്താ മതി.